മനസ്സാക്ഷി നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ചിന്ത, നമ്മുടെ നടപടി, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, ഇവയിലെല്ലാം നാം നമ്മളെ തന്നെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു എന്ന് വിധിക്കാൻ വേണ്ടിയിട്ടാണ്. നാം നമ്മളെ തന്നെ ഒരു വിധിക്കുകയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആരും നമ്മെ വിധിക്കുന്നില്ല, ദൈവവും നമ്മെ വിധിക്കുന്നില്ല. കാരണം നാം നമ്മുടെ പ്രവൃത്തികളാൽ നമ്മെ തന്നെ വിധിക്കുകയാണ്. ദൈവം നമ്മുടെ മുമ്പിൽ രണ്ട് വഴികൾ വെച്ച് തരുന്നുണ്ട്, നന്മയുടെ വഴിയും നന്മയുടെ അല്ലാത്ത വഴിയും. ഇത് ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നാം നമ്മെ തന്നെ വിധിക്കുകയാണ് അവർ ആത്യന്തികമായി നോക്കുക എന്നുണ്ടെങ്കിൽ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസാക്ഷി നമ്മൾ എങ്ങനെ രൂപീകരിക്കുന്നു എന്നും നമ്മുടെ മനസാക്ഷി അതിൻ്റെ തുലാസ് എങ്ങനെ നമ്മൾ നിർത്തുന്നു എന്നും ഒരു തൂക്കുകെട്ട് പോലെ നമ്മുടെ മനസാക്ഷിയെ നമുക്ക് വളയാതെ ചെരിയാതെ വലിയാതെ ഒക്കെ നമുക്ക് പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതും ഇടയ്ക്കൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ഈ പരിശോധനയാണ് യഥാർത്ഥത്തിൽ നമ്മെ ഓരോരുത്തരെയും സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിൽ നടക്കാൻ സഹായിക്കുക. സത്യവും നീതിയും എന്താണ് എന്ന് കൃത്യവും വ്യക്തമായിട്ട് മനസാക്ഷി പറയും. അങ്ങനെ സത്യത്തെയും നീതിയെയും മായം ചേർക്കാതെയും മയപ്പെടുത്താതെയും പറയാൻ തക്കവണ്ണം വ്യക്തമായി നമ്മുടെ മനസാക്ഷി നാം രൂപീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചാച്ചാൽ ചെയ്യുന്നതും വലിച്ചാൽ നീളുന്നതുമാണ് മനസാക്ഷി. പക്ഷെ ആ സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ ആയിട്ടുള്ള ആ കൃത്യതയും വ്യക്തതയും മനസാക്ഷിയെ പരിശീലിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മനസാക്ഷി നമ്മെ ചെരിയാനോ ചായാനോ സമ്മതിക്കുകയില്ല. ഇത് ചിന്തിക്കാൻ കാരണം നമ്മുടെ മനസാക്ഷി നമ്മളെ എങ്ങനെ നയിക്കുന്നു, എങ്ങനെ ആത്യന്തികമായി നമ്മളെ വിധിക്കുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചില മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെയും വേരുകൾ മുളച്ചു വരും, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ മുള ഇവിടെ ഇല്ല. പക്ഷേ എവിടെയോ നാം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ഒരു മുള ഉണ്ട് എന്ന്. അത് പിന്നെ മുറിയാത്ത മുളയാണ്, നശിക്കാത്ത വൃക്ഷമാണ്, നിത്യതയാണ്. ആ നിത്യതയിൽ നാം വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നാം നമ്മളെ എങ്ങനെ കൊണ്ടു നടന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ നമ്മുടെ ജീവിതത്തെ നാം എങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളത് നമ്മുടെ തന്നെ വിധി നിർണ്ണയിക്കുന്നതാണ് എന്ന് ഒരിക്കലും മറക്കരുത്. ആ ഒരു ചിന്തയാണ് മനുഷ്യനെ നന്മയുടെ പാതയിൽ നടക്കാൻ സഹായിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മനുഷ്യന് ഇവിടെ മാത്രം ജനിച്ച് ജീവിച്ച് ഇവിടെ മാത്രം തീർന്നു പോകുന്ന ഒരു കേവലമായ സസ്യമായിട്ട് തീരും. മനുഷ്യൻ്റെ രീതി അങ്ങനെയല്ല. മനുഷ്യന് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ ജീവിക്കാനുള്ള മനുഷ്യനാണെന്നുള്ള ചിന്തയിൽ ജീവിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കേണ്ടത്. ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ട ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ പോയത്. നമ്മുടെ മനസ്സാക്ഷിയുടെ ഭാഗത്തുനിന്നും രണ്ട് വശത്തേക്കും കൈ വിരിച്ചാൽ ആ രണ്ട് വശത്തേക്കുമുള്ള ദൂരം തുല്യമാണെന്നാണ്. രണ്ട് കൈകൾ നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് വശത്തേക്കുമായിട്ട് ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ചാലും ആ ദൂരം തുല്യം തന്നെയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആരൊക്കെ കുടിയിരുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൂരം അളക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നാം പാലിക്കുന്ന ദൂരം തന്നെയായിരിക്കും ദൈവവുമായിട്ട് പാലിക്കുന്ന ദൂരവും. ഇതാണ് അടിസ്ഥാനപരമായി നാം അറിയേണ്ടത്. ഏതെങ്കിലും ഒരു ദൂരത്തിൻ്റെ കുറവ് അതിൻ്റെ സന്തുലിതമായിട്ടുള്ള അവസ്ഥ തെറ്റിക്കും. ദൈവവുമായിട്ടുള്ള അടുപ്പം കുറഞ്ഞാൽ അത് നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം തെറ്റിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അകൽച്ച കൂടും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ മനസ്സിൽ നിന്നും അകറ്റി നിർത്തിയിട്ട് ദൈവത്തെ ഹൃദയത്തിൽ കുടിയിരുത്താം എന്ന് ആരും ധരിക്കരുത്. ദൈവത്തെ നാം പുറന്തള്ളുകയാണ് ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങളെ അകറ്റി നിർത്തുമ്പോൾ. അപ്പോൾ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ മനസ്സാക്ഷിയുടെ നല്ല രൂപീകരണം നമുക്കുണ്ടാവണം. ആരെയൊക്കെയാണ് ചേർത്ത് നിർത്തേണ്ടത്? ആ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ കൃത്യതയും വ്യക്തതയും കാണപ്പെടുന്ന ആ ഒരു മനുഷ്യനെ കാണപ്പെടാത്ത ദൈവത്തെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള സത്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ കാണപ്പെടുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.